പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. യെസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആദ്യം ഉപയോഗിക്കുക. അത് സബ്ജക്റ്റ് അനുസരിച്ച് ഐ, യു, വി, ദേ. അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. അതല്ല ഹി, ഷീ, അതുപോലെ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V3 ഫോമാണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ്, ഒരു വേർബിൻ്റെ തേർഡ് ഫോം. ഫോർ എക്സാമ്പിൾ റൈറ്റ് എന്നാൽ എഴുതുക, റോട്ട് എന്നാൽ സെക്കൻഡ് ഫോമാണ് എഴുതി. ഇനി തേർഡ് ഫോം റിട്ടൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഞാൻ വന്നിട്ടുണ്ടോ? ഹാവ് ഐ കം ഹിയർ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്? നമ്മൾ ആ ലെറ്റർ കണ്ടിട്ടുണ്ടോ? ഹാവ് വി സീൻ ദ ലെറ്റർ? അവർ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് ദേ ഗോൺ ദർ? അവൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഹാസ് ഹി റെഡ് ദ ബുക്ക്? അവൾ നിന്നെ കണ്ടിട്ടുണ്ടോ? ഹാസ് ഷി മെറ്റ് യു? അവർ ആ മൂവി കണ്ടിട്ടുണ്ടോ? ഹാവ് ദേ വാച്ച്ഡ് ദ മൂവി? അവൾ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക്? നിങ്ങളുടെ ഫ്രണ്ട് ഇംഗ്ലീഷ് കുറേ കാലമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഹാസ് യുവർ ഫ്രണ്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം? നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള പുതിയ കാർഡ് കിട്ടിയിട്ടുണ്ടോ? ഹാവ് യു റിസീവ്ഡ് യുവർ ന്യൂ ബാങ്ക് കാർഡ്? അവർ നിൻ്റെ പുതിയ ഹെയർ കട്ട് കണ്ടിട്ടുണ്ടോ? ഹാവ് ദേ സീൻ യുവർ ന്യൂ ഹെയർ കട്ട്? നിങ്ങൾ എൻ്റെ കീസ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ കീസ്? അവൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷീ ലോക്ക്ഡ് ദ ഡോർ? നിങ്ങൾ ആ ന്യൂസ് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദ ന്യൂസ്? നിങ്ങൾ ആ ടെലിവിഷൻ ഓഫ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ടേൺഡ് ഓഫ് ദ ടെലിവിഷൻ? അവൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി കുക്ക് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷീ കുക്ക്ഡ് എനിത്തിങ് ഫോർ മീ? അവൻ നമ്മളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഹാസ് ഹി സ്റ്റേഡ് വിത്ത് അസ്? അവൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷീ സോൾവ്ഡ് ദ പ്രോബ്ലം? രവി ആ നോവൽ വായിച്ചിട്ടുണ്ടോ? ഹാസ് രവി റെഡ് ദ നോവൽ? നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ മൈ ഫ്രണ്ട്? അവൾ നമ്മളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഹാസ് ഷീ സ്റ്റേഡ് വിത്ത് അസ്? മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടോ? ഹാസ് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്? നിങ്ങളുടെ ബ്രദർ പോയിട്ടുണ്ടോ? ഹാസ് യുവർ ബ്രദർ ലെഫ്റ്റ്? നിങ്ങളുടെ ബ്രദർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹാസ് യുവർ ബ്രദർ ടോൾഡ് യു എനിത്തിങ്? ഞാൻ എന്തോ മറന്നിട്ടുണ്ടോ?
ഹാവ് ഐ ഫോർഗോട്ടൺ സംതിങ്? ആ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഹാവ് ദ ചിൽഡ്രൻ ഈറ്റൺ ഫുഡ്? നിങ്ങൾ ഇതിനു മുൻപ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു ഡ്രിവൺ ബിഫോർ?